വി അൻവർ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ബേപ്പൂർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കോട് അങ്ങാടിയിലൂടെ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഉടനെ അതിന് തയ്യാറാകേണ്ടി വരും അല്ലെ? അതിപ്പോ പി വി അൻവർ പറയുന്നത് നമ്മൾ അത്ര ഗൗരവത്തിൽ എടുക്കണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് നിലമ്പൂരിലെ വീട്ടിൽ ചെന്നിട്ട് ആരെങ്കിലും കമ്മലുമായിട്ട് എന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതായിട്ട് മാത്രം നമ്മൾ കരുതിയാൽ മതി. അല്ലാതെ അതിന്റെ ഒരു അക്ഷരാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം അദ്ദേഹം മറ്റു പല പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ UDF-ലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും അതിൻ്റെതായ അർത്ഥത്തിലൊന്നും എടുക്കണ്ട. വി.ഡി. സതീശൻ രണ്ടാം പിണറായി, അതൊക്കെ പോട്ടെ, നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്, അതുകൊണ്ട് പോട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ ഇതില് നമ്മളൊരു പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 2011 അവിടെ ആരാ മത്സരിച്ചെന്ന് പറയും? ബേപ്പൂരിൽ അവിടെ മത്സരിച്ചത് എളമരം കരീമാണ് മത്സരിച്ചത്. അന്ന് 46.8% വോട്ടാണ്. അന്ന് ആദം മുൾസി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. അന്ന് 42.7% വോട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. 55,234 വോട്ട്. അന്ന് ഏതാണ്ട് 5,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കരീം ജയിക്കുന്നത്. പക്ഷെ അന്ന് KP ശ്രീശൻ, അതായത് BJP-യുടെ നേതാവ്, അന്ന് 8.5%, 11,040 വോട്ടുകൾ പിടിക്കുന്നുണ്ട്. ഇതാണ് 2011 അവിടുത്തെ സിറ്റുവേഷൻ. ഇനി 2016 അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, 2011 നിങ്ങളൊന്ന് ഓർക്കണം, ഉമ്മൻചാണ്ടി ജയിച്ചിട്ടുള്ള സമയമാണ്. ഇനി 2011 സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുഹമ്മദ് കോയയാണ്. നമുക്കറിയാലോ, KC മുഹമ്മദ് കോയയാണ്, VKC മുഹമ്മദ് കോയയാണ് മത്സരിച്ചത്. അദ്ദേഹം അവിടെ 60,000 വോട്ട് എന്നുള്ളത് ഒറ്റടിക്ക് 9,000 വോട്ട് കൂട്ടി 69,114 വോട്ടാക്കി 44.6% അതേസമയം അവിടെ മത്സരിക്കുന്നത് ആദം മുൾസി തന്നെയാണ്. ആദം മുൾസിയുടെ പെർസെൻറ്റേജ് യഥാർത്ഥത്തിൽ ആ സമയത്ത് 35.3 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 54,751. അതായത് കഴിഞ്ഞോണം പിടിച്ചതിനേക്കാൾ 1,000 വോട്ട് കുറവാണ് പിടിച്ചേക്കുന്നത്. 2016 ഓക്കെ, നമുക്ക് വിചാരിക്കാം CPM അധികാരത്തിലേക്ക് വരുന്ന സമയമാണെന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അന്ന് സംഭവിക്കുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രകാശൻ എന്ന് പറയുന്ന BJP-യുടെ കാൻഡിഡേറ്റ് 11,000 വോട്ടുകൾ ഒറ്റടിക്ക് 7,000 കൂട്ടിയിട്ട് 27,000 വോട്ടുകളാക്കുന്നുണ്ട്. അത് 11,000 വോട്ടുകൾ 18,000 വോട്ടുകൾ ഒറ്റടിക്ക് കൂട്ടിയിട്ട് 18% പെർസെൻറ്റേജും എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ബേപ്പൂരിന്റെ 2016 സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് മുഹമ്മദ് റിയാസ് മത്സരിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സിറ്റുവേഷനിൽ 2024 മുഹമ്മദ് റിയാസ് അവിടെ പിടിക്കുന്ന വോട്ട് എത്രയെന്ന് അറിയോ? 82,165 വോട്ടാണ്. അതാണ് ഇത് ഇത്ര പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് PV അൻവർ പറയുന്നത് ഇത്തവണ 65,000 വോട്ടിൽ കൂടുതൽ പിടിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ലോജിക്കുണ്ട്. കാരണം പണ്ട് ഉണ്ടായിരുന്ന വോട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അന്ന് മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് ജയിക്കുന്നത് 49.9% വോട്ടാണ് മേടിച്ചിരുന്നത് 2021. അന്ന് PM നിയാസ് അദ്ദേഹമാണ് മത്സരിച്ച അഡ്വക്കേറ്റ് PM നിയാസ്. അന്ന് 53,418 വോട്ട് മേടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 53,000 55,000 വോട്ടുകൾ അവിടെ ആർക്കുണ്ട്? കോൺഗ്രസിന് ഓൾറെഡി UDF-നുണ്ട്. 32.5% വോട്ടായി. ആ സമയത്ത് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് മത്സരിച്ചത്. ആ പ്രകാശ് ബാബു മത്സരിക്കുമ്പോൾ 16% കുറയുന്നുണ്ട്. BJP-യുടെ വോട്ടുകളും കുറഞ്ഞു, 26,276 കുറഞ്ഞു. അപ്പൊ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് മനസ്സിലാക്കണം. അപ്പൊ അത്രമാത്രം സോളിഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, PV അൻവർ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 53,000 എന്നുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു 12,000 വോട്ടുകൾ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു 65,000 എത്തിക്കാനായിട്ട് കഴിഞ്ഞേക്കും എന്നുള്ളത്. പക്ഷെ BJP-യുടെ വോട്ടുകൾ അവിടെ കൂടാൻ എത്രത്തോളം കൂടും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്, ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഈ മുഹമ്മദ് റിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു ബന്ധങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ആ 2 വാർഡുകളിൽ തന്നെ അദ്ദേഹം നേരിട്ട് ഒരുപാട് കുടുംബയോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നേരത്തെ ശക്തിമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബേപ്പൂർ മേഖലയിലുള്ള കൗൺസിൽ വാർഡുകളുണ്ട്. ആ വാർഡുകളിലൊക്കെ തന്നെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടക്കോട്ട് ഇടിച്ചു കയറാനായിട്ട് മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇത്തവണ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു മുസ്ലിം മൈനോറിറ്റിയുടെ കൺസോളിഡേറ്റഡ് വോട്ട് ബാങ്കുകൾ ആർക്ക് കിട്ടണം? PV അൻവറിന് കിട്ടണം. അതിപ്പോൾ SDPI പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി സംഘടനകളുടെ വോട്ടുകൾ PV അൻവറിന് കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയം
ഇല്ല. അദ്ദേഹം അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല, ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം അവരുമായിട്ട് ടൈപ്പ് അല്ല, ഉണ്ടാക്കി. അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്. അല്ലെ, CPI പൊതുവെ LDF-നാണല്ലോ അല്ല, പൊതുവെ മൊത്തത്തിൽ LDF-നാണെങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ അഷ്റഫിനാണല്ലോ, AK അഷ്റഫിനാണ് മഞ്ചേശ്വരത്ത് പിന്തുണ കൊടുത്തതാണ്. അതുപോലെ ചില മണ്ഡലങ്ങളിൽ പിന്തുണ ചിലപ്പോൾ മാറിയേക്കാം എന്ന് പറയുന്ന സംശയം എനിക്കുണ്ട്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 55,000 വോട്ടുകൾ അവിടെ ഉള്ളതിൽ നിന്ന് ഒരു 10,000 വോട്ടോ 15,000 വോട്ടോ വർദ്ധിപ്പിച്ചാൽ പോലും മുഹമ്മദ് റിയാസിനെ പിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതിന് ഓക്കെ, 10,000 വോട്ടുകൾ പിടിക്കുമ്പോൾ 15,000 വോട്ടുകൾ പിടിക്കുമ്പോൾ അത് മുഴുവൻ ആരിൽ നിന്ന് പോകണം? മുഹമ്മദ് റിയാസിൽ നിന്ന് പോണം. അങ്ങനെ മുഹമ്മദ് റിയാസിൽ നിന്ന് ഒരു 15,000 വോട്ടുകൾ കുറഞ്ഞാൽ ഉറപ്പായിട്ടും 65,000 വോട്ടുകൾ എന്നുള്ള നിലക്ക് വന്നു നിൽക്കും. പക്ഷെ അപ്പൊ അങ്ങനെ വോട്ടുകൾ വന്നാൽ ഒരു 5,000 വോട്ടിന് PV അൻവർ ജയിക്കും. ഇതാണ് PV അൻവർ പറയുന്ന ഒരു കാൽക്കുലേഷൻ. നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതിങ്ങനെ തന്നെ നടക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ നടക്കാനുള്ള ഒരു തരംഗം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ തരംഗം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇപ്പൊ വന്ന എക്സിറ്റ് പോളുകൾ സർവേകളിലൊക്കെ തന്നെ ഒരു 75-നും 80, 90-നും 95 സീറ്റുകളൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എക്സിറ്റ് പോൾ സർവേകളിൽ പോലും അങ്ങനെയല്ല പറയുന്നത്. ഇനി നമ്മൾ ആരും കാണാത്തൊരു തരംഗം, ഒരടിയൊഴുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ബാധിച്ചേക്കാം. പക്ഷെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിണറായി വിരുദ്ധത അത്രത്തോളം ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം പിണറായി വിരുദ്ധ അത്രത്തോളം ഉണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിന് അവിടെ വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ പിന്നെ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യമുണ്ട്. അതുകൂടി ഞാൻ പറയാം. ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷനേക്കാൾ കൂടുതൽ അവിടെ ഇത് സംഭവിക്കണമെങ്കിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM-നകത്ത് ഇടതുപക്ഷ വോട്ടിനകത്ത് വലിയ വിള്ളൽ ഉണ്ടാകും. ആ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഈ PV അൻവർ പറഞ്ഞ പോലെ സംഭവിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ PV അൻവർ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ ഉണ്ടാകും തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ് അവിടെ. കാരണം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇതിനകം തന്നെ മുഹമ്മദ് റിയാസ് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. നോർമൽ ആളുകളുടെ ഇടക്ക് പോലും അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരാളല്ല മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് വളരെ സോഫ്റ്റായി ആളുകളോട് സംസാരിക്കുകയും നന്നായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈവൻ പിണറായിയേക്കാൾ കുറെ കൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? മുഹമ്മദ് റിയാസ്. അദ്ദേഹം വളരെ സോഫ്റ്റായി ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ തുറന്നു പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി എനിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിം കൺസോൾട്ടേഷൻ അദ്ദേഹത്തിനെതിരായിട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ശക്തമായിട്ടൊരു മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടാവുകയും സാധാരണ പാർട്ടിക്കകത്ത് അവിടെ കോഴിക്കോട് ജില്ലയിൽ വലിയ ഗ്രൂപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ബാധിക്കുകയും ചെയ്താൽ PV അൻവറിന്റെ സ്വപ്നം നടക്കും. അല്ലെങ്കിൽ കമ്മലിടേണ്ടത് ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന കൊട്ടയടിച്ചെങ്കിലും നടക്കേണ്ടി വരും. പക്ഷെ അതിപ്പോ പുള്ളി പറയുന്ന എവിടെ എന്ത് ജംഗ്ഷനിൽ നിന്നാണ് എന്തോ ജംഗ്ഷനിൽ നിന്ന് പുള്ളി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, അതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങനെ അതിന്റെ സെൻസിൽ കണ്ടാൽ മതി. അല്ലാതെ ഇപ്പൊ ഒരു ആവേശത്തിന് പറയുന്ന വാചകമായിട്ട് കണ്ടാൽ മതി. PV അൻവർ അല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടി വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യം പോലും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അന്ന് കള്ളനാക്കിയില്ലേ എന്ന് പറയുന്ന ഒരു ഫീലിലാണ് പുള്ളി അന്ന് വൈകുന്നേരം തന്നെ പത്രസമ്മേളനം നടത്തിയത്. അപ്പൊ അതൊക്കെ തന്നെ അത്തരത്തിൽ ഇമോഷണലി എടുക്കുന്ന ഒരാളാണ്. ബേസിക്കലി അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരാളല്ല. കുറച്ചുകൂടി സാധാരണ രാഷ്ട്രീയക്കാരുടെ അത്രയും നിങ്ങൾ അറിയേണ്ടത് മറ്റേ അഭ്യാസങ്ങളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇമോഷണലി റിയാക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പൊ അതിന് വേറൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അവിടെ നിന്ന് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. വിജയിക്കുമെന്നല്ല, മുഹമ്മദ് റിയാസ് പരാജയപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. മുഹമ്മദ് റിയാസ് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാം. PV അൻവർ വിജയിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എനിക്ക് വിജയിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് പുള്ളി. പക്ഷെ പുള്ളി പോയി ആ സീറ്റ് എടുക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ ആ സീറ്റാണ് പുള്ളിക്ക് കിട്ടിയത്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. പിന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ PV അൻവർ എഴുതള്ളാൻ പറ്റില്ല. കാരണം PV അൻവർ ഇപ്പൊ ലോക്സഭയിലേക്കും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒറ്റക്ക് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ട് വയനാട് നിന്ന്. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വയനാട് നിന്ന് മത്സരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മത്സരിക്കുമ്പോഴൊക്കെ അദ്ദേഹം വലിയ വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഇമേജിന് അദ്ദേഹത്തിന് കുറച്ച് കോട്ടം തട്ടിയിട്ടുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയത് 19,820 വോട്ടുകളാണ്.
അപ്പൊ അത്തരത്തിൽ 2 തവണ MLA ആയിരുന്ന സ്ഥലത്ത് നിന്ന് പോലും അത്രയും വോട്ടേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. അപ്പൊ അതൊക്കെ തന്നെ വലിയ തോതിൽ അത്ര വലിയ, അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഒരു മേജർ ജമ്പ് ബേപ്പൂര് പോലൊരു സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അത് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗംഭീരമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇപ്പോ മനോരമയുടെ സർവേയിൽ മാത്രമാണ്, മനോരമ സർവേ പോലും ഇത്തവണ റിയാസിന് തോപ്പിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മനോരമ സി വോട്ടർ സർവേയിൽ കഴിഞ്ഞ തവണ ഒരു റിയാസിനെ ജയിപ്പിച്ചായിരുന്നു. സർവേയിൽ നമുക്ക് ആരെ വേണമെങ്കിലും ജയിപ്പിക്കാം, കാരണം മറ്റേ സ്ലൈഡ് മാറ്റി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ മുഹമ്മദ് റിയാസ് തോറ്റു, എന്ത് ചെയ്തു, ഈ പറയുന്നത് PM നിയാസ് ജയിച്ചു എന്ന് പറഞ്ഞു. PM നിയാസിനും ചെറിയൊരു സന്തോഷം പാവത്തിന് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ തോക്കുമെന്ന് ഉറപ്പിച്ചാണ് അവിടെ ചെന്ന് നിന്നിട്ടുള്ളത്. പിന്നെ വലിയൊരു തരംഗമോ വലിയൊരു വേലിയേറ്റമോ ഒക്കെ നമ്മൾ ആരും കാണാത്തതുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ജയിച്ചേക്കാം. അതൊക്കെ വളരെ 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 വിരളമായിട്ടുള്ള സാധ്യതകളെ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം.